ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നു എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത്? ഓക്കെ, അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു സ്നേഹം നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തത്? ഈ വ്യക്തിയെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത്? ഇത്രത്തോളം ഒരു സ്നേഹം എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത്? What are the reason behind this? Okay. Yes. Okay, ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാനാവാത്തത്, അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്ത് കാരണമാണ് നിങ്ങളെ ഇതിൽ പിടിച്ചു നിർത്തുന്നത് എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിയെ കണ്ട നാൾ മുതൽ നിങ്ങൾക്ക് മനസ്സിലുള്ള ഫീലിങ്സ് ഉണ്ടാവുന്നത് ഈ വ്യക്തി നിങ്ങളുടെ തന്നെ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള പാർട്ട്ണറാണ്, നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ് പാർട്ട്ണറാണ് എന്ന്. അതായത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഡ്രീംസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കല്പത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തി. എല്ലാ അർത്ഥത്തിലും ഈ വ്യക്തിയിൽ ആ ഗുണങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ വ്യക്തി നിങ്ങളോട് പെരുമാറിയിരുന്നതും എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയപ്പെട്ട് നിന്നൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും മറ്റൊരു വ്യക്തിയുടെ സപ്പോർട്ട് ആവശ്യമായിരുന്നൊരു സമയത്ത് നിങ്ങളോടൊപ്പം നിന്നിരുന്നൊരു വ്യക്തിയാണിത്. ഓക്കെ, ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ് പലർക്കും എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒരിക്കലും തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ട് മാറാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത്രത്തോളം ഒരു സോൾ ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പാണിത്. സ്പിരിച്വലി നിങ്ങൾ ഒന്നിച്ച് ചേർന്നിരിക്കുന്ന വ്യക്തിയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, ഫിസിക്കലി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, പക്ഷേ നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഇപ്പോഴും ആ ഒരു കണക്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്കും ഒരുപാട് നിങ്ങൾക്കും എക്സ്പീരിയൻസ് പലത് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഡ്രീംസിൽ കാണുന്നുണ്ടാവാം, ഈ വ്യക്തിയുടെ ഒരുപാട് പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം, ഈവൻ അവർ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്ത സമയത്ത് പോലും. ഓക്കെ, ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നുണ്ടാവില്ല. എപ്പോഴും നിങ്ങൾക്ക് ഇമോഷണലി ഈ വ്യക്തിയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ചിന്തകൾ നിങ്ങളിൽ വരാറുണ്ട്. ഓക്കെ, എപ്പോഴും ഇപ്പോൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ആവുന്ന സമയം വരെയും നിങ്ങൾക്ക് ഒരുപാട് തവണ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നുണ്ട്. എത്ര നിങ്ങൾ ശ്രമിച്ചാലും ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഈ വ്യക്തിയോട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള വ്യക്തികൾ ഉണ്ടാവാം. എങ്കിൽ പോലും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഓർമ്മകൾ, അതായത് ഇന്ന് നിങ്ങൾ ആ വ്യക്തിയെ മീറ്റ് ചെയ്ത പോലെ അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പോലെയുള്ള ഫീലിങ്സാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. വീണ്ടും നിങ്ങൾ ഇമോഷണലി ആ ഒരു കാര്യം റിയൽ അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും നിങ്ങൾ അപ്സെറ്റ് ആവുന്നു, നിങ്ങൾ സങ്കടപ്പെടുന്നു. ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കാണുന്നത് പലർക്കും. ഓക്കെ, അതായത് തിരമാലകൾ കടലിൽ നിന്ന് വരുന്ന പോലെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ആ ഓർമ്മകൾ നിങ്ങളിങ്ങനെ ഫ്രഷായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വീണ്ടും പോകുന്നു, വീണ്ടും വരുന്നു, ആ ഒരു സിറ്റുവേഷൻ. ഓക്കെ, ശരിക്കും അതിൻ്റെ റീസൺ
നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ്. ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള അത്രയും ആഴത്തിലുള്ള ബന്ധം നിങ്ങൾ മുൻജന്മങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിൽ തന്നെ ഈ ഒരു ലൈഫിൽ ഒരുപാട് തവണ നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. മേ ബി നിങ്ങളുടെ സ്വഭാവത്തിൽ പോലും ഒരുപാട് ചേഞ്ചസ്, നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും മെൻ്റൽ സപ്പോർട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് ഇമോഷൻസ് ഉണ്ടായി അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് മെൻ്റലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടൊക്കെ നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. മേ ബി ആ വ്യക്തി ചില സാഹചര്യത്തിൽ നിങ്ങൾ അവഗണിച്ചിട്ടുണ്ടാവാം, നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. എങ്കിലും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും ഈ വ്യക്തിയെ മറക്കാനാവില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ചില സമയങ്ങളിൽ നിങ്ങൾ ചില സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിയെ ഇനി നിങ്ങൾ കാണുന്നില്ല, ഈ വ്യക്തിയെ നിങ്ങൾ മറക്കാൻ ശ്രമിക്കും, നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടാവില്ല. കാരണം ആ വ്യക്തിയും റിപ്പീറ്റായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു റീയൂണിയൻ കാണുന്നുണ്ട്. കാരണം സ്പിരിച്വലി റീയൂണിയൻ ചെയ്തിട്ടുള്ള വ്യക്തികളാണ്, അതായത് സ്പിരിച്വലി ഒന്നിച്ച് ചേർന്നിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ഒരിക്കലും ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഈ റിലേഷൻഷിപ്പ് തന്നെ ഒരു പൂർണ്ണമായ സക്സസ് ആണെന്നാണ് കാണുന്നത്. ഓക്കെ, ഒരു സാധാരണ രീതിയിലുള്ള റിലേഷൻഷിപ്പായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. അത്രത്തോളം സക്സസ്ഫുൾ ആകുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒന്നിച്ച് ചേർന്നപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും പരസ്പരം ഉള്ള പെരുമാറ്റങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തി പഠിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരിക്കലും ഈ വ്യക്തിയെയോ റിലേഷൻഷിപ്പിനെയോ വിട്ടു പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത്? ക്ലാരിഫിക്കേഷൻ, എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത്? ഓക്കെ, വാട്ട്സ് ദ റീസൺ? യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി അടിസ്ഥാനം കൊണ്ടുവന്നത് ഈ വ്യക്തിയാണ്. നിങ്ങൾക്ക് എല്ലാ രീതിയിലും എല്ലാ അടുക്കും ചിട്ടയോടുകൂടി ഒരു ലൈഫ് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് നിങ്ങളുടെ ചിന്തകൾ പോലും അത്രയും പെർഫെക്റ്റ് ആക്കി തന്നൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ എന്ത് സിറ്റുവേഷനിലും ഏത് ആപത്തിലായിരുന്നാലും ഈ വ്യക്തി എപ്പോഴും നിങ്ങൾക്ക് ഒരു കരം അല്ലെങ്കിൽ നിങ്ങളെ കൈകോർത്ത് പിടിച്ച് ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രയും പവർഫുള്ളായിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് റീയൂണിയൻ പോസിബിൾ ആണ് എന്നാണ് കാണുന്നത്. യെസ്, ഇപ്പോൾ ആ വ്യക്തി നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആണ്, നിങ്ങളെ കാണുന്നില്ല, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. എങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ട്, സീക്രട്ടായിട്ട് നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അവരാഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ലൈഫ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവർ ചിലപ്പോൾ മനഃപൂർവ്വമായിട്ടൊരു ഡിസ്റ്റൻസിൽ ഇരിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ടാവാം. സാഹചര്യങ്ങൾ കൊണ്ടോ ചില വ്യക്തികൾ കൊണ്ടോ നിങ്ങൾ സെപ്പറേറ്റഡ് ആയ വ്യക്തികളാണെങ്കിൽ പോലും ഈ വ്യക്തി ഈ ഒരു സമയത്തും നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്നുള്ള സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം ആഗ്രഹിക്കുകയാണ്. മേ ബി അത്തരം ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നിട്ടുള്ളത്. ചിലപ്പോൾ യൂണിവേഴ്സൽ പ്ലാൻ ആയിരിക്കാം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടായ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുമായിട്ട് ഒന്നിച്ചു ചേരും. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. വാട്ട് മെസ്സേജസ് ദേ വോണ്ട് ടു ഗിവ് യു റൈറ്റ് നൗ? ഈ ഒരു സമയത്ത് അവരെന്ത് മെസ്സേജാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ. ലെറ്റ്സ് സ്പെൻഡ് സം ടൈം ടുഗദർ. ഓക്കെ, കുറച്ച് സമയം നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. മൈ സീക്രട്ട് ലവ് ഫോർ യു. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ
പറഞ്ഞ കാര്യം തന്നെയാണ്. അവർ നിങ്ങളെ സീക്രട്ടായിട്ട് നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും. യു ആർ മൈ സ്ട്രെങ്ത്. ഓക്കെ, അവരുടെ ആ ഒരു സ്ട്രെങ്ത് തന്നെ നിങ്ങളാണ്. ഐ കാൺട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ലെറ്റ്സ് ഫർഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേർണി. ഓക്കെ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ മറക്കാം, എന്നിട്ട് ഒരു പുതിയ തുടക്കം ആരംഭിക്കാം എന്ന് പറയുന്നുണ്ട്. ഐ ആം വെയിറ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ്. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി കാത്തിരിക്കുന്നുണ്ട്. ആൻഡ് ഐ കാൺട്ട് സീ യു ക്രൈങ്. ഓക്കെ, നിങ്ങളെ ഒരിക്കലും സങ്കടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കരയുന്നത് കാണാൻ ഒരിക്കലും ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. ഐ നോ യു ട്രസ്റ്റ് മീ. നിങ്ങൾ അവരെ വിശ്വസിക്കും എന്നവർക്ക് അറിയാം. ഐ കാൺട്ട് ഫേസ് യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത്, ഈ ഒരു മൊമെൻറ്റിൽ അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ്. എന്നിരുന്നാലും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു. ബിക്കോസ് അവർ നിങ്ങളുമായിട്ട് അവരുടെ ജീവിതം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ലൈഫ് പാർട്ട്ണറായിട്ട് അവർ കാണുന്നു. ഐ റിഗ്രറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു. നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ മറച്ചു വെച്ചതും നിങ്ങളിൽ നിന്ന് അകന്നു പോയതുമൊക്കെ തെറ്റായിപ്പോയി എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ്. ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. Letter I, yellow color. Okay, November month, praise on vehicles, ഹിയറിംഗ് ഇഷ്യൂസ്, കേൾവിക്കുറവോ അല്ലെങ്കിൽ ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തി ഉണ്ടാവാം. ടീച്ചർ, മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം. 36, 31, 3 days, ലെറ്റർ എസ്. സോഷ്യൽ വർക്കർ, മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സോഷ്യൽ വർക്കർ ആയിരിക്കാം. ഡിസംബർ മന്ത്, സ്പിരിച്വൽ പാത്ത്. ഓക്കെ, സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ കാര്യങ്ങളോട് കൂടുതൽ താല്പര്യമുള്ള വ്യക്തിയായിരിക്കാം. ലിബ്ര ഒരു സോഡിയക് സൈനാണ്. ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം, വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, ആൻഡ് റിയാക്റ്റീവ്, പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുള്ള വ്യക്തികളാവാം. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം. മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളുണ്ട്. ഓക്കെ, മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം. സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ടാവാം. ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെൻറ് ജോബ് ഉള്ള വ്യക്തികളുണ്ട്. ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം. ദിസ് മന്ത്, ഓക്കെ, ജനുവരി മന്ത്. ഓക്കെ, നമ്പർ 16, നമ്പർ 5, ലെറ്റർ ടി. നമ്പർ 10, ലെറ്റർ സി. മ്യൂസിക്, ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ലെറ്റർ ബി. നമ്പർ 18, 29, നമ്പർ 13. ഹെൽത്ത് ഇഷ്യൂ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് ഉണ്ടാവാം. 27, യു ക്യാൻ ട്രസ്റ്റ്, ബ്ലാക്ക് കളർ. ആൻഡ് ഫൈനലി ഒക്ടോബർ മന്ത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.